ഈ ഒരു സാരിയുടെ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. യെസ്, വിഷുവിൻ്റെ കളക്ഷനാണ്. അതിൻ്റെ ഒരു എല്ലാം സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വന്നിട്ടുള്ളതാണ്. ടിഷ്യൂവിൽ വന്നിട്ടുള്ള സാരി. ഞാൻ വേറെ നിൽക്കുന്നതിൽ ഒരു ടെമ്പിൾ ലുക്കിൽ ഒരു വീവിങ് സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പറിലും ലോവറിലും കുറച്ചൊന്ന് ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടെമ്പിൾ ലുക്കിൽ വീവിങ് സ്റ്റൈൽ. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും ഒരു കുറച്ചൊന്ന് ബ്രോഡായിട്ട് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ സാരിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലുക്കാണ്. എല്ലാം ടിഷ്യൂവിൽ വന്നിട്ടുള്ള സാരിയാണ്. ആൻഡ് ഇതിലും നമുക്ക് അപ്പറിലും ലോവറിലും ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതൊരു ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരു ടെമ്പിൾ ടച്ചിലാണ് ഒരു ഗോൾഡൻ സാരിയുടെയും ഒരു സിൽവർ സാരിയുടെയും ഒരു വീവിങ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബോഡി ഫുള്ളായിട്ട് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ബൂട്ടാസിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് ബോഡി ത്രൂ ദ ബോഡി വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ടിഷ്യൂവിൽ തന്നെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ടെമ്പിൾ വെയർ ആയിട്ടൊക്കെ നമ്മൾ വെയർ ചെയ്യാൻ ട്രഡീഷണൽ ടച്ചിൽ നമ്മൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരി കൂടെയാണ്. നമ്മൾ ഈ ഒരു ഗോൾഡൻ ജ്വൽസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് നല്ല പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു സാരിയാണ്. ആൻഡ് ഇതിലും അപ്പറിലും ലോവറിലും ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ട് ഒരു സർക്കിൾ ടൈപ്പിലാണ് ഒരു ഗോൾഡൻ്റെയും സിൽവറിൻ്റെയും സാരി വീവിങ് സ്റ്റൈൽ ഫുള്ളായിട്ട് കൊടുത്തെടുത്തിട്ടുള്ളത്. ആൻഡ് പ്ലീറ്റ് എടുത്ത് ഉടുക്കുമ്പോഴും ഒന്ന് നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്നൊരു ടൈപ്പും കൂടെയാണ്. ഞാൻ പ്ലീറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. ആണോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പോലെ പ്ലീറ്റ്സ് എടുത്ത് നമ്മൾ ഉടുക്കുമ്പോഴും നല്ല പോലെ ഒതുങ്ങി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അത്രയും വെയിറ്റൊന്നും അല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ഇങ്ങനെയാണ്. വേണമെങ്കിൽ നമുക്ക് ബോഡിയിൽ ഈ ഒരു ഗോൾഡ് കട്ട് വർക്ക് ആയാലും ഈ ഒരു സർദോസിയുടെ വർക്കൊക്കെ നമ്മൾ ഒരു ആരി വർക്കിൽ പ്ലേസ് ചെയ്താലും നല്ല ഭംഗി കിട്ടും. ആൻഡ് ഒരു സ്ലീവ്സിൻ്റെ പോർഷനിൽ വേണ്ടിയിട്ട് സ്ട്രൈപ്പ് ഡീറ്റെയിലിൽ ഒരു ഗോൾഡൻ്റെയും സിൽവറുടെയും സാരിയിൽ ഒരു ബോർഡർ ഡീറ്റെയിലും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു സാരിയാണ്. ഇതിലും നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. ഒരു ഗോൾഡനിലും സിൽവറിലും ഒരു സാരി വീവിങ് സ്റ്റൈൽ സ്ട്രൈപ്സ് പാറ്റേണിലാണ് വീവിങ് സ്റ്റൈൽ പോയിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും ഒരു ഷോർട്ട് പല്ലുവാണ് വന്നിട്ടുള്ളത്. പല്ലുവിൻ്റെ പോർഷനിലും ഒരു വീവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ടാസിൽസ് ആണ് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതിനേക്കാളും കുറച്ച് ഒരു ട്രഡീഷണൽ ടച്ചിൽ തന്നെ വന്നിട്ടുള്ള ഒരു ടാസിൽസ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ടിഷ്യൂവിൽ തന്നെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് സ്ലീവ്സിൻ്റെ പോർഷനിൽ സ്ട്രൈപ്സ് പാറ്റേണിൽ ഒരു ഗോൾഡൻ്റെയും സിൽവർ സാരിയുടെ ഒരു വീവിങ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു ഒക്കേഷണൽ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യണമെങ്കിൽ ട്രഡീഷണൽ ടച്ചിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടെയാണ്. കോഡ് വരുന്നത് HT102 എന്ന കോഡിൽ 2399 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ചെക്ക് ഇറ്റ് ഔട്ട് aham.store. ഓർഗൻസ സാരി ആൻഡ് ഫുള്ളായിട്ട് ഒരു എംബ്രോയ്ഡറി ലുക്കാണ് വരുന്നത്. നമ്മുടെ ഉടുക്കുന്ന ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന പോയിൻ്റ് എംബ്രോയ്ഡറിയുടെ ഒരു കോമ്പിനേഷൻ. ബോർഡറിൽ വരുന്ന ആ ഒരു എംബ്രോയ്ഡറി ലുക്ക് കാണുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്കൊരു കട്ട് വർക്കിൻ്റെ ഒരു ഫീലൊക്കെ തോന്നുന്നില്ലേ? ആൻഡ് ഇതാണ് ഉടുക്കുമ്പോൾ ഉള്ള ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസും റണ്ണിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത്. എനിക്ക് ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ അത്ര മാച്ച് അല്ല എന്നൊരു ഫീൽ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ബ്ലൗസ് വെയർ ചെയ്യുന്നതാണ് നല്ലൊരു ഓപ്ഷൻ. ആൻഡ് ആ ഒരു ബ്ലൗസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനിങ് തന്നെ യൂസ് ചെയ്ത് നമുക്കൊരു ഫിഷ് കട്ട് ഷേപ്പിലൊക്കെ വരുന്ന ഒരു അണ്ടർ സ്കേർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരീൻ്റെ കളക്ഷൻ. ആൻഡ് 4 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ലൈറ്റ് കട്ട്. ഓക്കെ, ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ലുക്കാണ് വരുന്നത്. ബോർഡറിലും ഫ്ലോറൽ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അൺഈവനായിട്ട് വന്നേക്കുന്ന സ്കാലപ്പ്. ആൻഡ് റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ്, റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്. ആൻഡ് ഇത് ഓർഗൻസ ആയതുകൊണ്ട് തന്നെ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ലുക്കിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഫുള്ളായിട്ട് ആ ഒരു എംബ്രോയ്ഡറി ലുക്കും കൂടി വരുന്നതുകൊണ്ട് അതൊക്കെ ഹൈഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുന്ന ടൈമിൽ നമുക്കതൊരു ഒത്തിരി അങ്ങനെ അതൊരു വിഷയമാവത്തില്ല. പക്ഷേ നമ്മൾ സിംഗിൾ പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേനും ബ്ലൗസിൻ്റെ ലെങ്ത് കുറച്ച് കൂട്ടിയിട്ടൊക്കെ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടെ കണ്ടുപോകാം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇതിൻ്റെ ബ്ലൗസ് പീസിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ് സെയിം ആ ഒരു ബോർഡറിൽ വരുന്ന എംബ്രോയ്ഡറി ലുക്കാട്ടോ. നമുക്കിപ്പം ഈ ഒരു ലുക്കൊക്കെ ക്ലോസിൽ കാണുമ്പോൾ പെട്ടെന്ന് കട്ട് വർക്കിൻ്റെ ഒരു ഫീലിലാണ് ആ ഒരു എംബ്രോയ്ഡറി ഫിനിഷ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. ആൻഡ് ഫൈനലി വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ്.
പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ലോവറിലായിട്ട് ഈ ഒരു സെയിം വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു 4 കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഓർഗൻസ സാരി. ഇത് ഫുള്ള് ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഒരു ഡിഫറെൻറ്റ് ലുക്ക് അല്ലേ. ഞാനിപ്പം വേറെ ഇതിരിക്കുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതും കോട്ടയിൽ വന്നിട്ടുള്ള സാരീസാണ്. കോട്ടയിൽ പൊതുവേ നമ്മൾ കാണുന്നത് കൂടുതലും ത്രെഡ് വർക്കിൻ്റെയൊക്കെയും അല്ലെങ്കിൽ പ്ലെയിൻ മോഡൽ വരുന്നതായിരിക്കും അല്ലേ. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടും കുറച്ചൊന്ന് ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുള്ളതാണ്. ഫുള്ളി നമുക്കൊരു പ്രിൻറ്റഡ് പാറ്റേണാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ വേറെതിരിക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫുള്ളി നമുക്കൊരു ഫ്ലോറലിൻ്റെ തന്നെ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ജെറിയുടെ ബോർഡറിങ് ഡീറ്റെയിലിംഗ് നമുക്ക് അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും ചെറിയൊരു തിന്നായിട്ടാണ് ആ ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നത്. ആൻഡ് ഇതാണ് പല്ലുവിലാണെങ്കിൽ ഒരു ഷോർട്ട് പല്ലുവാണ് വന്നിട്ടുള്ളത്. ഒരു ടിഷ്യൂവിൻ്റെ ഒരു പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് സെൽഫ് ടാസൽസും കൂടെ വരുന്നുണ്ട്. ഇതുപോലത്തെ സെയിം ലുക്കിൽ വരുന്ന ഒരു കളർ ചേഞ്ചും കൂടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ആൻഡ് ഗ്രേ ഒരു സിമ്മൻ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. ഇതാണ് ഞാനിപ്പം വേറെ ചെയ്തിരിക്കുന്നതും. ആൻഡ് ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഫുള്ളും സിൽവറിൻ്റെ ടിഷ്യൂവിൻ്റെ വിങ്ങാണ് കേട്ടോ. നമുക്ക് ഷോർട്ട് പല്ലുവാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ടിഷ്യൂവിൻ്റെ തന്നെ ജെറിയുടെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഫുള്ളി പ്രിൻറ്റഡ് പാറ്റേൺ. ഇതൊക്കെ 1 ലെയർ ഇട്ട് കൊടുത്താലും പ്ലീറ്റ്സ് എടുത്ത് കൊടുത്താലും കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി കിടക്കുന്നൊരു കൈൻഡ് ഓഫ് മെറ്റീരിയലും കൂടെയാണ്. പാരൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് ഓഫ് മോഡലും കൂടെയാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു സെയിം ഈ ഒരു ഗ്രേ ഷെയ്ഡിലാണ്. നമുക്ക് സെൽഫ് പ്രിൻറ്റും കൂടെ ആ ഒരു ബ്ലൗസ് പീസിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നമുക്ക് ഫ്ലോറലിൻ്റെ ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെ കേട്ടോ. പ്ലീറ്റ്സ് ഒക്കെ എടുത്താലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് പെട്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പേരാം. നമുക്ക് ഇതിലിപ്പം സെയിം സോളിഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു കോൺട്രാസ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡൊക്കെ ഇട്ട് വെയർ ചെയ്താലും കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ഒരു എലഗൻറ്റ് സ്റ്റൈൽ എന്തായാലും കൂട്ടും. കണ്ടോ പ്ലീറ്റ്സ് ഒക്കെ എടുത്താലും നന്നായിട്ട് ഒത്തിരി ഒതുങ്ങി കിടക്കാണ്ട് കുറച്ചൊന്ന് ഓപ്പൺ അപ്പായി നിൽക്കുന്ന ഒരു പ്ലീറ്റ്സും കൂടിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന്. ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ബ്ലൗസൊക്കെ ഇട്ട് വെയർ ചെയ്താലും ഓരോ സ്റ്റൈലും നമുക്ക് ഓരോ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SSN144 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 2199 ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.